യുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകളിൽ ജനിച്ചവരുടെ 2024 നവംബർ മാസത്തെ സമ്പൂർണ്ണ ഫലം നമുക്ക് നോക്കാം. അശ്വതി. ആദിത്യൻ 7-8 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു. പതിവ് കാര്യങ്ങൾ ഏതാണ്ടെല്ലാം തന്നെ ചെയ്യാനാകും. വിശേഷാൽ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നിറവേറുക ശ്രമകരമായേക്കും. പുതുസംരംഭങ്ങൾ നടത്തിയെടുക്കുക എന്നത് വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. മേടക്കൂറിൻ്റെ നാഥനായ ചൊവ്വയ്ക്ക് നീചം സംഭവിച്ചതും കൂടി പരിഗണിച്ചാൽ ഫലപ്രാപ്തിക്ക് ആവർത്തിത യത്നം വേണ്ടി വന്നേക്കും. അതായത് കഠിനമായി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേരും. സുഹൃത്തുക്കളുടെ വാക്കുകളും കർമ്മങ്ങളും നിരീക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചിലരെക്കുറിച്ചുള്ള ധാരണകൾ മാറി മറിഞ്ഞേക്കും. ധനപരമായി വലിയ ഞെരുക്കമോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ വന്നുചേരാനുള്ള സാധ്യത കാണുന്നില്ല. പതിവിലും അല്പം അലച്ചിൽ നേരിടാനുള്ള സാധ്യത കാണുന്നു. അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലസമാക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാലതാമസം നേരിടുവാനുള്ള സാധ്യത കാണുന്നു. വാഹനം ഉപയോഗിക്കുമ്പോൾ വ്യക്തമായ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ്. അച്ഛനമ്മമാരുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. അടുത്തതായി ഭരണി. ആദിത്യൻ 7-8 സഞ്ചരിക്കുന്നതിനാൽ ഔദ്യോഗികമായ പിരിമുറുക്കം തുടരും. സഹപ്രവർത്തകരുടെ സഹകരണം വേണ്ടത്ര ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നില്ല. അധികാര തർക്കം നേരിടാനുള്ള സാധ്യത കാണുന്നുണ്ട്. വ്യാഴം 2 സഞ്ചരിക്കുകയാൽ ശോഭിക്കാതെ തന്നെ അതൃപ്തി അധികാരികളെ അറിയിക്കുന്നതാണ് ഉചിതം. സ്ഥലം മാറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് അത് ലഭിക്കാതെ പോകാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. കുടുംബ ബിസിനസ്സിൽ ഈഗോ മൂലം പ്രശ്നങ്ങൾ വരാനുള്ള സാഹചര്യം ഉണ്ടാകും. ശനിയുടെ 11 സഞ്ചാരം സാമ്പത്തികാശ്വാസത്തിന് കാരണമാകുന്നതാണ്. കിട്ടാനുള്ള തുക ഭാഗികമായി തിരികെ കിട്ടിയേക്കാം. ചൊവ്വ 4-ാം ഭാവത്തിൽ തുടരുകയാണെങ്കിൽ വാഹനം ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ജാഗ്രത അത്യാവശ്യമാണ്. പിതാവിൻ്റെ ആരോഗ്യ പരിപാലനത്തിൽ അലംഭാവം കാണിക്കരുത്. കാർത്തിക. മേടക്കൂറുകാർക്ക് ഗുണം കുറയും. നക്ഷത്രനാഥനായ ആദിത്യനും കൂറിൻ്റെ അധിപനായ ചൊവ്വയ്ക്കും നീചം സംഭവിക്കുന്നതിന് മൂലമാണ് ഇത് സംഭവിക്കുന്നത്. പല കാര്യങ്ങൾക്കും സ്വാഭാവിക വേഗം കുറയുവാൻ ഇടയുണ്ട്. ലക്ഷ്യം നേടാൻ കൂടുതൽ ഊർജവും സമയവും വേണ്ടിവരുന്നതാണ്. മനസുഖം ഓരോരോ കാരണങ്ങളാൽ കുറയാനുള്ള സാധ്യത കാണുന്നു. ബന്ധുക്കളിൽ നിന്നും വല്ല തിക്താനുഭവങ്ങളും വന്നേക്കാം. വിജയങ്ങൾക്കും നേട്ടങ്ങൾക്കും തിളക്കം കുറയാനും ഇടയുണ്ട്. ഇടവക്കൂറുകാർക്ക് കാര്യവിഘ്നങ്ങൾ അകന്ന് കാര്യസിദ്ധി കൈവരിക്കുന്ന സമയമാണ്. ന്യായമായ ആഗ്രഹങ്ങൾ സഫലമാകും. ശത്രുക്കളെ ജയിക്കുവാനുള്ള ശക്തിയും കരുത്തും വന്നുചേരും. മത്സരങ്ങളിൽ ശോഭിക്കും. പഠനത്തിൽ പുരോഗതി പ്രതീക്ഷിക്കാം. ധനകാര്യം സുഗമമാകും. വസ്തുവിൽപ്പനയിൽ നിന്നും അധിക ലാഭം വന്നെത്താനുള്ള സാധ്യതയും കാണുന്നു. സുഹൃത്തുക്കൾ എന്തിനും ഏതിനും ഒപ്പമുണ്ടാവും. മാസത്തിൻ്റെ 2-ാം പകുതിക്ക് നന്മ നന്നേ കുറയാം.